ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന മിടുമിടുക്കികളായ എല്ലാവർക്കും ബയോളജി ട്യൂട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണേണ്ട സ്വപ്നം, നാളെ എക്സാം കഴിഞ്ഞാൽ ഞാൻ ഫുഡ് സേഫ്റ്റി ഓഫീസറായി മാറും എന്നുള്ള സ്വപ്നം നിങ്ങൾ തീർച്ചയായും കാണണം. നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസറാകാൻ അത്രത്തോളം അദമ്യമായ ആഗ്രഹമുണ്ടോ? നിങ്ങൾ തീർച്ചയായും ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിരിക്കും. ഇന്ന് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് നാളെ നടക്കുന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെക്കുറിച്ചാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് നാളത്തെ എക്സാമിന് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ പ്രധാന കാര്യം, നാളെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ആരും പോകാൻ പാടുകയില്ല. കാരണം ഗ്ലൂക്കോസ് ഇല്ലെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ ചോക്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലൂക്കോസ് സപ്ലൈ ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ഉള്ള ഭക്ഷണം എന്തായാലും കഴിച്ചിരിക്കണം. ഇഡ്ഡലിയോ അരിഭക്ഷണം കഴിച്ചാൽ നല്ലത്. ഏറ്റവും കൂടുതൽ ഭക്ഷണം ഗ്ലൂക്കോസ് ബ്രെയിനിന് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാമിന് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നമുക്കറിയാം, തലച്ചോറ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസ് ആവശ്യമാണ്. യാതൊരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നല്ലവണ്ണം ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ. ഹെൽത്തി ഫുഡ് കഴിക്കുക. അതുപോലെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എക്സാം ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സാമിന് പോകുന്ന സമയത്ത് ബസ്സിലോ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ട്സിനെ നമ്മൾ കാണും. അവരുമായി സംസാരിക്കുന്ന സമയത്ത് അവർ പറയും, ഈ പ്രത്യേക ഈ ക്വസ്റ്റ്യൻ നീ നോക്കിയോ, ആ ക്വസ്റ്റ്യൻ നോക്കിയോ, സിലബസ് മുഴുവൻ കവർ ചെയ്തോ? ഇത്തരം പ്രശ്നങ്ങളിലേക്ക് യാതൊരു കാരണവശാലും എത്തിച്ചേരാൻ പാടുകയില്ല. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് തരുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വെറുതെ ടെൻഷൻ കൊണ്ട് അവസാന നിമിഷം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഇത്തരം ടെൻഷൻ മനസ്സിന് കൊടുത്ത് എക്സാം ക്ലിയർ ചെയ്യുന്നതിൽ ഒരു വൈഷമ്യം അല്ലെങ്കിൽ വിഷമം ഉണ്ടാകുന്ന രീതിയിലേക്ക് മാറാൻ പാടുകയില്ല. അപ്പോൾ സ്ട്രെസ്സ് മാക്സിമം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ നാം മനസ്സിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം, എത്രയോ എക്സാമുകൾ നാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു എക്സാമാണ് ഈ എക്സാമും. ഈ എക്സാമിൻ്റെ പ്രത്യേകത, നിങ്ങൾ വളരെ നല്ലവണ്ണം ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് പോകുന്ന ഒരു എക്സാമാണ്. മാസങ്ങളോളം നിങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. ചാനലുകളിലൂടെ, ബയോളജി ട്യൂട്ടറിലൂടെ നിങ്ങൾ ഒരുപാട് MCQs സോൾവ് ചെയ്തതാണ്. ഒരുപാട് ചാനലുകളിലൂടെ, ഒരുപാട് പുസ്തകങ്ങളിലൂടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ക്ലിയർ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് യാതൊരു വിഷമവും വരികയില്ല. നിങ്ങൾ ഓൾറെഡി എക്യുപ്ഡ് ആണ്. ഒരുപാട് MCQകൾ കൊണ്ടും ഒരുപാട് ഡാറ്റകൾ കൊണ്ടും ഒരുപാട് ഇൻഫർമേഷൻ കൊണ്ടും നിങ്ങൾ എക്യുപ്ഡ് ആണ്. ഇനി ആ എക്സാം എഴുതുക എന്നുള്ള ഒരു ധർമ്മം മാത്രമേ നിങ്ങളുടെ കയ്യിൽ ഉള്ളൂ. അത് വളരെ കോൺഫിഡൻസ് ലെവൽ ഉയർന്ന രീതിയിൽ തന്നെ വളരെ കോൺഫിഡൻ്റായി ആ എക്സാം എഴുതുക. തീർച്ചയായും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. എത്രയോ ഡെയിലി 100 ക്വസ്റ്റ്യൻ MCQs എഴുതുന്ന നിങ്ങൾക്ക് ഈ എക്സാം എഴുതുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇത്തരത്തിലുള്ള MCQs നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ടൈം ബൗണ്ടഡായി തന്നെ എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. എക്സാം സ്ട്രാറ്റജി എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം 2 ആഴ്ച മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായി നിങ്ങൾ ഒന്നും കൂടി നോക്കുക. പിന്നീട് നാലാമത് ചെയ്യേണ്ട ഒരു കാര്യം, എക്സാം ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നാലാമത് ചെയ്യേണ്ട ഒരു കാര്യം, OMR ഷീറ്റ് കയ്യിൽ ലഭിച്ചതിന് ശേഷം അതിൽ കൃത്യമായി കാര്യങ്ങൾ മാർക്ക് ചെയ്യുക. യാതൊരു ഉപേക്ഷ കൂടാതെ വളരെ കൃത്യമായി തന്നെ മാർക്ക് ചെയ്യണം. ഹാളിൽ കയറി കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആളുകളെ നോക്കി അവരോടുള്ള സംസാരിക്കാനോ കുശലാന്വേഷണങ്ങൾ നടത്താനോ ഉള്ള സമയം ഇനിയില്ല. മനസ്സിനെ വളരെ കാം ആൻഡ് ക്വയറ്റായി കണ്ണടച്ചിരിക്കുക. കുറച്ച് സമയം കണ്ണടച്ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ കണ്ണടച്ചിരിക്കുക. മനസ്സിനെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് കൊണ്ടുവരിക. മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. മനസ്സിനെ വേറെ എവിടെയും പാറിപ്പറന്ന് നടക്കാനുള്ള ഒരു
അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണ്. നിങ്ങൾക്ക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുക മാത്രം മതി. ഒരുപാട് കാര്യം ഇൻഫർമേഷൻസ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുള്ളതാണ്. എന്തിനാണ് നിങ്ങൾ പേടിക്കുന്നത്? ബി കോൺഫിഡൻറ്റ്. എന്തിനാണ് പേടിക്കുന്നത്? ഒരുപാട് MCQസും ഒരുപാട് ഡാറ്റ, ഒരുപാട് ഇൻഫർമേഷൻസ് ബുക്കുകളിലൂടെ നിങ്ങൾ നോക്കിയിട്ടുള്ളതാണ്. അതുമാത്രമല്ല, മുമ്പ് പഠിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൂടി ആകെത്തുകയാണ് നിങ്ങൾ എഴുതുന്ന കേവലം എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ്. മുമ്പ് പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ കൺസെപ്റ്റുകൾ കൂടി വെച്ചിട്ടുള്ളതാണ്. കേവലം 2-3 മാസം പഠിച്ചിട്ടുള്ള കൺസെപ്റ്റ് മാത്രമല്ല. അതുകൊണ്ട് തന്നെ എക്സാം തീർച്ചയായും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വേർ ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ. നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു എക്സാം ക്ലിയർ ചെയ്യണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നുണ്ടോ? ആ ആഗ്രഹം ഏറ്റവും പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. എലിമിനേഷൻ സ്ട്രാറ്റജി ഞാൻ പ്രത്യേകം മുമ്പ് പറഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ എലിമിനേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ചതിന് ശേഷവും നിങ്ങൾക്ക് ഒരു ആൻസറിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ യാതൊരു കാരണവശാലും വൈൽഡ് ഗസ് ചെയ്തുകൊണ്ട് ഒരു ആൻസർ അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ല, മാർക്ക് ചെയ്യാൻ പാടില്ല. അത് നെഗറ്റീവ് മാർക്ക് കൂട്ടുകയേ ചെയ്യൂ. യാതൊരു കാരണവശാലും നിങ്ങളുടെ ഭാവി നിങ്ങൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ആദ്യമായി PSC എക്സാം എഴുതുന്ന ചില ആളുകൾ ഈ എക്സാം എഴുതാൻ പോകുന്നുണ്ടാവും. അവർ യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. സാധാ എക്സാം എഴുതുന്ന പോലെ തന്നെയുള്ള ഒരു എക്സാം തന്നെയാണ് PSC എക്സാം. അതിൽ നമ്മൾ OMR പേപ്പറിൽ മാർക്ക് ചെയ്യണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് അവസാനത്തെ 5ാമത്തെ കാര്യമാണ്. ആ 5ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട കാര്യം കംപ്ലീറ്റ് റിവിഷൻ ചെയ്യണം. കംപ്ലീറ്റ് റിവിഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ടോപ്പിക്കും പറ്റുമെങ്കിൽ ഒരാവൃത്തി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. അതിൽ തന്നെ ഓരോ ഇൻഡിവിജ്വലും വ്യത്യസ്തരാണ്. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ടോപ്പിക്സ് പ്രത്യേകമായി കോൺസെൻട്രേറ്റ് ചെയ്ത് അത് റിപ്പീറ്റഡ്ലി പഠിക്കുക. അതിന് പുറമെ ഫോർമുല ഉണ്ടാകും, പല സൂത്രവാക്യങ്ങളും ഫോർമുല. അത് എന്ത് ചെയ്യണം? ആ ഫോർമുല കൃത്യമായി പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ RDA റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ചാർട്ട് അല്ലെങ്കിൽ അതിൻ്റെ PDF ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്യുന്നതാണ്. അത് നോക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് പഠിച്ചു വയ്ക്കുക. കാരണം RDA ചോദിക്കും. കാരണം അത് എക്സാമിന് റാങ്ക് മേക്കിംഗ് ആണ്. നിങ്ങൾ 99% മാർക്ക് അല്ലെങ്കിൽ 90% മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാലും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് അതിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ PDFൻ്റെ ലിങ്ക് അറ്റാച്ച് ചെയ്യും. അത് പോയി എന്ത് ചെയ്യുക? ഡൗൺലോഡ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം മാത്രം പഠിക്കുക. ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ബയോളജി ട്യൂട്ടർ ചാനൽ നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെട്ടു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ ഒന്ന് എന്നെ അറിയിക്കുമല്ലോ. കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. ഓൾ ദ ബെസ്റ്റ്. ബി കോൺഫിഡൻറ്റ്. You can easily tackle the exam. You can easily clear the exam. All the best, my dear students.